ഹാർട്ടൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്ഥലത്ത് വെച്ചത് കഴിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ എടുക്കുന്ന യാൺസിൻ്റെ കളറ് എനിക്ക് കുറേ വന്നു. സ്മൂവ് വന്നതിന് ചെയ്യാറുണ്ട് ഹാർട്ട്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന കളറ് പേർപ്പിൾ വെച്ചിട്ടുള്ള കളറാണ് കേട്ടോ. പേർപ്പിൾ വെച്ചിട്ടുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. പേർപ്പിളും പിങ്കും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ പേർപ്പിൾ മാത്രം വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതിലായിട്ടുള്ള നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ പിങ്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ചെയ്തിട്ട് ബാക്കിയുള്ളത് വേറെ കളർ വെച്ച് അറ്റാച്ച് ചെയ്യാം. വേറെ കളർ അറ്റാച്ച് ചെയ്യുന്നത് പേർപ്പിളായിരിക്കും കേട്ടോ. അത് തന്നെ നമ്മൾ പിങ്ക് വെച്ച് മാജിക് സർക്കിൾ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ടുള്ള നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഇനി നമുക്ക് ബ്ലാക്ക് കൊണ്ടും ചെയ്യാനുണ്ട്, ബ്ലൂ കൊണ്ടും പിങ്ക് കൊണ്ടും ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ചെയ്യണം. ഫസ്റ്റാണ് നമ്മൾ നമ്മുടെ ക്രോഷ്യയുടെ ഇതും പിന്നെ നമ്മൾ ഏത് കളറാണ് എടുക്കുന്നത് അതും എടുക്കുക. അപ്പം ഇവിടെ നമുക്കുള്ള ത്രെഡ് 1 2 3 4 5 6 7 ആണ് കേട്ടോ. അപ്പം നമ്മുടെ പൂവൊക്കെ അളക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ മാജിക് സർക്കിൾ ചെയ്യുക. മാജിക് സർക്കിളൊക്കെ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് ഞാൻ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ സാധാരണ സ്റ്റിച്ച് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിലും ഇപ്രാവശ്യം ഞാൻ തൽക്കാലത്തേക്ക് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അച്ഛനാണെന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അച്ഛനാണെന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ ഡബിൾ ക്രോഷ്യ ഞാനാണെങ്കിൽ ഇപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമുക്ക് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് നമ്മൾ സർക്കിളാക്കാൻ നമുക്കറിയാമല്ലോ. അതുപോലെ ഒരു 3 or 2 ലെയേഴ്സ് സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തൂടെ കയറ്റുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇതിനകത്തേക്ക് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇതിനകത്തേക്ക് കൂടെ ഇങ്ങനെ കയറ്റുക. എന്നിട്ട് നമ്മൾ യാണോവർ ചെയ്ത് ഒരെണ്ണത്തിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. യാണോവർ ചെയ്ത് ബാക്കിയുള്ള 2 എണ്ണത്തിനകത്തേക്ക് കൂടെ പുൾ ത്രൂ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. 10ൽ കൂടുതൽ ലൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ ഒരെണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ പാർട്ട് 2 കാണാം. ബൈ.